ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വിശേഷിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള അസുരന്മാരുടെ ആചാര്യൻ ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പറയാറുണ്ട് ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന്. ശുക്രൻ്റെ ഉച്ചക്ഷേത്ര മീനത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശുക്രനിത തൻ്റെ നീചക്ഷേത്രത്തിലേക്ക്, ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയിലാണ് ആ ഗ്രഹത്തിൻ്റെ നീചരാശി വരുന്നത്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. ഇവിടെ കന്നിയിലാണ് ശുക്രൻ്റെ നീചക്ഷേത്രം എന്ന് നിങ്ങൾ അറിയുക. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കേണ്ടത്. സ്ത്രീകൾ, ആഭരണങ്ങൾ, ഭൗതിക സുഖം, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, യാത്ര, ഓൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ്. ഭൗതിക സുഖത്തിന് എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നറിയുക. ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. പലരും സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോകും. പലരുടെയും ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് തകർന്ന് തരിപ്പണമാകും. ദാമ്പത്യത്തിൽ ധാരാളം ഈ ശുക്രൻ ഈ രാശിയിൽ നിൽക്കുന്ന, കന്നി രാശിയിൽ നിൽക്കുന്ന 32 ദിവസം കേസുകളൊക്കെ ധാരാളം വരും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോക്സോ കേസുകൾ വരിക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ദമ്പതികൾ പരസ്പരം കലഹിച്ച് കോടതിയിൽ പോകുക, പോലീസ് സ്റ്റേഷനിൽ പോകുക, പരസ്പരം പഴിചാരുന്ന ഒരു ദൗർഭാഗ്യകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു 32 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ശുക്രൻ എപ്പോഴാണ് മാറുന്നത്? ശുക്രൻ ഓഗസ്റ്റ് 1-ാം തീയതി മാറി. ഇനി ശുക്രൻ സെപ്റ്റംബർ 2 വരെ 32 ദിനങ്ങളാണ് ശുക്രൻ തൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത്, കന്നിരാശിയിൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നതും ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം സംഭാവ്യമാണ്. വളരെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നാം മേടരാശി മുതൽ 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. മൂലം പുരാണം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. 10ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെ നല്ലതാണ്. അമലായ യോഗമൊക്കെ അപ്രകാരം ഉണ്ടാകുന്ന യോഗമാണ്. ഇവിടെ ശുക്രൻ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ അനാവശ്യമായി ഭ്രമത്വം ജീവിതത്തോട് തോന്നുക, അനാവശ്യമായി സാമ്പത്തിക വിഷയത്തിലൊക്കെ തനിക്ക് പറ്റാത്ത രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഏറ്റെടുക്കുക, അതിലൂടെ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുക, തനിക്ക് ഉചിതമല്ലാത്ത കർമ്മത്തിലേക്ക് ഇറങ്ങിപ്പോകും. കാരണം ശുക്രൻ ഋണവാനാണ്, 6ാം ഭാവാധിപനാണ്, കടത്തിൻ്റെ ഗ്രഹമാണ്. കടമുണ്ടാക്കുക, ഏതെങ്കിലും രീതിയിൽ തനിക്ക് സാമ്പത്തികമായ ലാഭമല്ല നഷ്ടമുണ്ടാവുക. അതൊക്കെ കർമ്മമേഖലയിൽ അത് ബന്ധപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക. പലപ്പോഴും എന്ത് സംഭവിക്കും? അനാവശ്യമായ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉദാരമായി സഹായിക്കുന്നൊരവസ്ഥയൊക്കെ വരും 10ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ. അതിനാൽ തനിക്ക് ആവശ്യമുള്ളതൊക്കെ സമ്പാദിച്ചു വയ്ക്കുക. നന്ദി, നമസ്തേ.